അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുന്നു. മധു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. മധു, രാവിലെ ഞാൻ നോക്കിയപ്പം കൃഷ്ണ താങ്കൾക്ക് ഗുഡ് ഈവനിങ് പറയുന്നത് കേട്ടു. ഇവിടുത്തെ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അവിടെ രാത്രിയും ഇവിടെ പകൽ മോർണിംഗുമായിട്ടുള്ള മാറുകയാണ്. അമേരിക്കയിലെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു രാത്രി നേരത്തെ താങ്കളുടെ മോർണിംഗ് ഷോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ഐറണി. പറയും മധു, ഈ നമ്മുടെ കാര്യമായിട്ട് എന്തെങ്കിലും നടക്കുമോ? നമുക്കത് അറിയണ്ടേ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ശരിക്കും ഇത് നടപ്പിലാക്കി എടുത്തേ പറ്റൂ. ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിന് ആശംസ അറിയിച്ചതോടെ ഇരുവരും തമ്മിൽ ഇടക്കാലത്തുണ്ടായിരുന്ന ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതായിരിക്കുകയാണ്. ഇതോടെ ബ്ലോക്കായി കിടന്ന ഇന്ത്യ US വ്യാപാര ചർച്ചകൾ കുറച്ച് എനർജൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. കരാറിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് എത്തുന്നത്. കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഗോയൽ തിരിക്കും മുമ്പ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതൊരു വ്യാപാര ചർച്ചയും അതിൽ കർഷകരുടെ ക്ഷേമം അതൊരു പ്രയോറിറ്റി ആയിരിക്കുമെന്നും അതുപോലെ കാർഷിക മേഖലയിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഉണ്ടാകില്ലെന്ന് തീർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ രാജേഷ് ഗോയലും ടീമുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അത് നല്ല രീതിയിൽ പോയിരുന്നെന്നാണ് നേരത്തെ വിനീത റിപ്പോർട്ട് ചെയ്തതുപോലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളും വ്യാപാര കരാറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്തയാഴ്ച ന്യൂയോർക്കിലെത്തുന്ന വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ച നടത്തും. എസ്കെനെ ഇപ്പോൾ അറിയാമല്ലോ, H1B വിസ, ഈ വിസയുടെ അപേക്ഷാ ഫീസ് 1 ലക്ഷമായി വർദ്ധിച്ചത് ഇന്ത്യ ഈ ചർച്ചകളിലെല്ലാം ഉന്നയിച്ചിരിക്കും. എസ്കെൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ കരാർ ഉണ്ടാകേണ്ടതും ഈ ബന്ധം നല്ല രീതിയിൽ പോകേണ്ടതും രണ്ട് രാജ്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏരിയയിലെല്ലാം പമ്മി നടന്ന് കച്ചവടം ഉറപ്പിക്കുന്ന പാകിസ്ഥാൻ പട്ടാള മേധാവി അസിം മുനറിനെ നമ്മൾ കാണാതെ പോവുകയും ചെയ്യരുത്. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.